ഞാൻ കൊന്നതാ. ഞാൻ കൊന്നു. ഋഷിയെ ഞാനാ കൊന്നത്. അരുന്ധതി വരൂ, അകത്തേക്ക് വാ. അരുന്ധതി ഈ വീട്ടിൽ വന്നിട്ടില്ലല്ലേ? താൽക്കാലികമായി ഒന്ന് ഇവിടേക്ക് മാറിയതാ. സത്യം പറഞ്ഞ ഞാൻ അരുന്ധതി വിളിക്കണമെന്നൊക്കെ ആലോചിച്ചതാ. അന്ന് അമ്പലത്തിൽ വീണില്ലേ, അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ നേരെയായോ എന്നറിയാൻ വേണ്ടി. എല്ലാം നേരെയാക്കണം. അപ്പൊ ഇതുവരെ ശരിയായില്ലേ? ഇപ്പോ എന്റെ ആരോഗ്യത്തിന് പ്രശ്നമൊന്നുമില്ല. സത്യത്തിൽ അന്ന് ഭാഗ്യത്തിനാണ് ഞാൻ അവിടെ വെച്ച് അരുന്ധതിയെ കണ്ടത്. ഒരപകടത്തിൽ നിന്ന് എനിക്ക് അരുന്ധതിയെ രക്ഷിക്കാനും പറ്റി. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്ന ഒരു ദേഷ്യം അവസാനിപ്പിക്കാനും സാധിച്ചു. അരുന്ധതിക്ക് ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ചായ വേണോ അതോ തണുത്തത് എന്തെങ്കിലും വേണോ? അമ്പലത്തിൽ ഞാൻ വീണതിനെ കുറിച്ച് പറഞ്ഞു, പ്രഭാവതി ശുശ്രൂഷിച്ചതിനെ കുറിച്ചും പറഞ്ഞു, സൗഹൃദം തിരിച്ചു വന്നതിനെ കുറിച്ചും പറഞ്ഞു. കുടിക്കാൻ ചായയാണോ ജ്യൂസ് വേണോ എന്ന് ചോദിച്ചു. പക്ഷെ ഒരു കാര്യം മാത്രം പറഞ്ഞുമില്ല, ചോദിച്ചതുമില്ല. ഋഷിയുടെ കാര്യം എന്തായിന്ന്. മോനെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അമ്മയോട് ആദ്യം ചോദിക്കേണ്ടത് മോന്റെ കാര്യം എന്തായി, വല്ല അറിവും കിട്ടിയോന്നൊക്കെയല്ലേ? ആ ചോദ്യം ചോദിക്കാതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ ബാക്കിയെല്ലാം ചോദിച്ചത്. നീ എന്തൊക്കെ ഈ പറയുന്നത്? എന്റെ മോൻ എന്ത് സംഭവിച്ചു അത് പറ. അമ്പലത്തെ വീഴാൻ തുടങ്ങി എന്നെ രക്ഷിച്ചതിന് നന്ദി പറയാനാണോ ഞാൻ വന്നേന്ന് കരുതിയോ? അതോ സൗഹൃദം പുതുക്കാൻ വേണ്ടി വന്നാണെന്ന് കരുതിയോ? എന്റെ ഋഷിയെ കുറിച്ച് അറിയാനാ ഞാൻ വന്നിരിക്കുന്നേ. അതറിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോവും. അന്ന് അമ്പലത്തിൽ നിന്ന് താങ്ങി പിടിച്ച് വീട്ടിലെത്തിച്ചതും കാപ്പിയിട്ട് പരിചരിച്ചതൊക്കെ ഒരു നാടകമായിരുന്നു എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. കുറ്റബോധം കുറയ്ക്കാനുള്ള ഒരു അഭ്യാസം. അരുന്ധതി എന്തൊക്കെയാ ഈ പറയുന്നേ? സംസാരത്തിലെ ഈ പതർച്ചയെന്നറിയാം നിങ്ങൾ അവനെ അപായപ്പെടുത്തിയിട്ടുണ്ടെന്ന്. എന്നിട്ട് തന്ത്രപരമായി സ്വന്തക്കാരൻ ജഡ്ജിയെ പറഞ്ഞു വിട്ടിരിക്കുന്നു. നിയമം പച്ചവെള്ളമല്ലേ അദ്ദേഹത്തിന്. വാദിയെ പ്രതിയാക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. ജഡ്ജി അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ കേട്ടപ്പോ ഞാൻ കോടതി മുറിയിലാണെന്ന് തോന്നിപ്പോയി, പ്രതിക്കൂട്ടില്. ജഡ്ജി വന്നപ്പോ മനസ്സിലായി കേസിന്റെ തുമ്പ് ഇവിടെയാണെന്ന്. പറയേ, എന്റെ ഋഷിക്ക് എന്താ പറ്റിയേ? എന്താ പ്രഭേ മറുപടി പറയാത്തെ? എന്റെ മകന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഇന്ന് ഞാൻ ഇവിടുന്ന് പോവൂ. അരുന്ധതി, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. എപ്പോഴാ വന്നത്? മാഡോ? മാഡം എന്നൊക്കെ വിളിച്ച് സുഖിപ്പിച്ചാ ഞാനങ്ങ് വീണു പോകുന്നു കരുതിയോ?
തോന്നലൊക്കെ കയ്യിൽ വെച്ചാ മതി MLA മാഡം. വെറും അരുന്ധതി, അതാ ഞാൻ. എന്റെ മോനെ കുറിച്ച് അന്വേഷിച്ചു വന്നതാ. അറിഞ്ഞിട്ടേ പോകൂ. ജഡ്ജിയല്ല, MLA അല്ല, ഇനി പ്രധാനമന്ത്രി വരെ ഇടപെട്ടാലും ശരി, അറിഞ്ഞിട്ടേ പോകൂ. എന്റെ മോനെ കണ്ടുപിടിക്കാൻ ഇടപെടണമെന്നും പറഞ്ഞ് ഞാൻ മേഡത്തിനൊരു അപേക്ഷ തന്നത് ഓർമ്മയുണ്ടോ? ദാ ഇപ്പൊ നടപടിയെടുക്കും. ആളെ നാളെ തന്നെ കണ്ടുപിടിക്കുന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് നാളെത്രേ. എന്നിട്ട് ആളെവിടെ? MLA വേണ്ട, ഒരു പഞ്ചായത്ത് മെമ്പർ വിചാരിച്ച എന്തൊക്കെ നടക്കുമായിരുന്നു. പക്ഷേ മാഡത്തിന് ഇടപെടാൻ പറ്റില്ലല്ലോ. പ്രതികൾ സ്വന്തക്കാരല്ലേ? അല്ല, നീ ഉൾപ്പെടെ ഇവിടെ എല്ലാവരും പ്രതികളല്ലേ? അരുന്ധതി, ഹരിയേട്ടനെ ഞങ്ങളല്ല അങ്ങോട്ട് അയച്ചത്. ഋഷിയുടെ കാര്യങ്ങൾ അറിഞ്ഞ് ഒക്കെ ഒന്ന് അന്വേഷിക്കാൻ വന്നതാ. ഋഷിയെക്കുറിച്ച് അന്വേഷിക്കാൻ അങ്ങോട്ടല്ല വരേണ്ടത്, ഇവിടെയുള്ളവരെ ചോദ്യം ചെയ്യണ്ടേ? ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഋഷിയെ കാണാണ്ടായതിന് പിറകിൽ ഈ വീട്ടിൽ ഒന്നിലധികം പേരോ ഉണ്ടെന്ന്. അതൊക്കെ അറിഞ്ഞു വെച്ചിട്ടാ ജഡ്ജി ഏമാൻ അങ്ങോട്ട് വന്നത്. എന്നിട്ടാ ഹരിശ്ചന്ദ്രൻ ഒരു ഓഫറും വെച്ചു, പ്രധാനമന്ത്രിക്ക് കത്തെഴുതാന്ന്. ഒരു പേനയും പേപ്പറും മതി പ്രധാനമന്ത്രിക്ക് ഞാൻ കത്തെഴുതാൻ, അല്ലെങ്കിൽ മെയിൽ ചെയ്യാൻ. ആട്ടിൻതോലിട്ട് വന്നേക്കുവാ സത്യങ്ങൾ പുറത്തറിയാതിരിക്കാൻ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സത്യം സത്യമായിട്ട് തന്നെ നിലനിൽക്കും. ആ സത്യം അറിയാതെ ഞാൻ ഇവിടുന്ന് പോകില്ല. മാഡത്തിന്റെ വിഷമങ്ങൾ മനസ്സിലാവുന്നുണ്ട്. എന്റെ വിഷമം ആർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന്? എന്റെ മുമ്പിൽ നിന്ന് ഇനിയും അഭിനയിച്ച MLA ആണെന്നൊന്നും ഞാൻ നോക്കില്ല, പല്ലടിച്ച് താഴെയിടും. നിന്റെ ഭർത്താവ് എവിടെ? പണ്ട് എന്റെ ഡ്രൈവർ ആയിരുന്ന അയാളെ എനിക്കൊന്ന് കാണണം. അവനറിയാം എന്റെ ഋഷി എവിടെയാണെന്ന്. അവനെ വിളിക്ക്, എനിക്ക് സംസാരിക്കണം. അരുന്ധതി, നന്ദൻ ഇവിടെ ഇല്ല. നിങ്ങളുടെ മുഖം വിളിച്ച് പറയുന്നുണ്ട് അവൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്ന്. കണ്ടുപിടിച്ച് ഉത്തരം പറയിച്ചിട്ടേ ഞാൻ മടങ്ങൂ. ഞാനൊന്ന് നോക്കട്ടെ. പറഞ്ഞ മനസ്സിലാവില്ലേ, അവൻ ഇവിടെ ഇല്ല. അത് ശരി, തടയാൻ ഒരുമ്പിട്ട് നിൽക്കുവാണോ? പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോണം. മര്യാദയുടെ ഭാഷ മനസ്സിലാവുന്നില്ലെങ്കിൽ മനസ്സിലാവുന്ന രീതിയിൽ തന്നെ മറുപടി തരും. കയ്യൂക്ക് കൊണ്ട് ജയിച്ചിട്ട് പോവാന്ന് കരുതണ്ട. എന്റെ മുന്നിൽ നിന്ന് മാറ്. നന്ദൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞില്ലേ? മോളെ സിദ്ധുവിനെ വിളിക്ക്, ഇങ്ങോട്ട് വരാൻ പറ. സിദ്ധുവിനെ മാത്രല്ല, പട്ടാളത്തിനും തന്നെ ഇറക്ക്. ആരാ ജയിക്കുന്നതെന്ന് കാണാം. മുന്നിൽ നിന്ന് മാറിയില്ലെങ്കിൽ മാഡം പ്ലീസ്. അമ്മേ, നന്ദു ഇവിടെ ഇല്ലേ? മാഡം, നന്ദു ഇവിടെ ഉണ്ട്. MLAക്ക് മനസ്സിലായി മത്സരത്തിൽ ഞാനേ ജയിക്കൂന്ന്. അമ്മേ, മാഡം നന്ദുവിനെ ഒന്ന് കാണട്ടെ. അമ്മ ഇവിടെ നിന്നാ മതി. മാഡത്തെ നന്ദുവിന്റെ അടുത്തേക്ക് ഞാൻ കൊണ്ടുപോവാം.
മോളെ, വഴക്കും ബഹളം ഒന്നും വേണ്ട. മാഡം, നന്ദു മുകളിലുണ്ട്. വരൂ. നന്ദ, എന്റെ ഋഷി നീ എന്താ ചെയ്തേ? അവനെ കൊന്നു കളഞ്ഞോ? സത്യം പറ, എന്റെ മോനെ നീ എന്താ ചെയ്തേ? എനിക്കറിയില്ല മാഡം. നിനക്കറിയില്ലേ? പ്രഭാവതിയോട് ഋഷിക്ക് ശത്രുതയുണ്ട്. പക്ഷെ ആ വൈരാഗ്യം വെറുതെ അങ്ങ് പൊട്ടിമുളച്ചതല്ല. തക്കതായ കാരണമുണ്ട്. നന്ദ, നിന്റെ അമ്മയോട് ചോദിച്ചു നോക്ക്, എങ്ങനെയാ ഋഷി പ്രഭാവതിയുടെ ശത്രുവായെന്ന്. സ്വന്തം അമ്മയെ കളിയാക്കിയതിന്റെ പേരില് എന്റെ മോനെ നീ ഇല്ലാണ്ടാക്കിയല്ലേ? മാഡം, പറ, എന്താ ഉണ്ടായത്? മാഡം, ഞാൻ പറ, എന്റെ ഋഷിക്ക് എന്താ പറ്റിയേ? മാഡം, ഞാൻ അത് മാഡം, നീ മാറി നിൽക്ക്. എനിക്ക് ഇവനോടാ സംസാരിക്കാനുള്ളത്. മാഡം പ്ലീസ് പ്രശ്നം ഉണ്ടാക്കല്ലേ. നന്ദു എല്ലാം കൊണ്ടും ആകെ തകർന്നിരിക്കുക. ഒന്നും തകർന്നിട്ടില്ല. ഇവിടെ എല്ലാവരും അഭിനയിക്കുക. നന്ദ, എന്റെ മോനെ കുറിച്ച് എനിക്കറിയണം. നീ അവനെ അപകടപ്പെടുത്തിയോ? നിന്നെ രക്ഷിച്ചെടുക്കാനല്ലേ ആ ജഡ്ജി ഹരിയെ എന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത്? മാഡം, എന്നെ ഒന്ന് വെറുതെ വിട് പ്ലീസ്. പറഞ്ഞില്ലേ മാഡം, നന്ദുവിന് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. ഋഷിയെ കുറിച്ച് എന്തെങ്കിലും വിവരം അറിയുകയാണെങ്കിൽ ഉടനെ ഞാൻ വിളിച്ചു പറയാം. നീ ഇവനെ അങ്ങ് വെളുപ്പിക്കണ്ട. ഇവന്റെ കയ്യിലിരിപ്പൊക്കെ ഞാൻ അറിയുന്നുണ്ട്. നോക്ക്, ഋഷിക്ക് നീ കാരണം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ മാത്രല്ല, നിന്റെ കുടുംബത്തിൽ ഒരാൾ പോലും ബാക്കിയുണ്ടാവില്ല. എന്റെ മോനെ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നീയും നിന്റെ അമ്മ പ്രഭാവതി ഒക്കെ അനുഭവിക്കും. മാഡം എന്തറിഞ്ഞിട്ടാ ഈ ഭീഷണിപ്പെടുത്തുന്നേ? ഭീഷണിയല്ല, അരുന്ധതി പറഞ്ഞതാ. എനിക്കാകെയുള്ളത് എന്റെ മോന. അറിയാലോ നന്ദ, എന്നെ വിടില്ല ഞാൻ.
നന്ദു, ഋഷിയെ കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ പറ. പറ നന്ദു. ഇല്ല, എനിക്കറിയില്ല. എനിക്കൊന്നും അറിയില്ല. എന്നെ വെറുതെ വിട്ടേക്ക് മാഡം. എനിക്കൊന്നും അറിയില്ല. സത്യമാ. മോനെ കണ്ടു. പറയേണ്ടതെല്ലാം പറഞ്ഞിട്ടുണ്ട്. പകുതി സംശയത്തോടെ ഇങ്ങോട്ട് വന്നത്, പക്ഷെ ഇറങ്ങിപ്പോകുന്നത് പൂർണ്ണ ഉറപ്പോടെയാ. ഋഷിക്ക് എന്താ പറ്റിയെന്ന് നിങ്ങൾക്കറിയാം. അടുത്തത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷേ MLA-യും മുൻ MLA ഒക്കെ എനിക്കെതിരെ നിൽക്കുമ്പോ നീതി ചിലപ്പോ അകലെയാവും. പക്ഷെ ഒന്നോർത്തോ, സർവ്വലോകത്തിന്റെയും ഒരു ന്യായാധിപൻ മുകളിലിരുന്നെല്ലാം കാണുന്നുണ്ടെന്ന്. ആ കോടതിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് കരുതണ്ട. ശിക്ഷ വിധിക്കാൻ കാത്തിരിക്കുക ദൈവം. അവിടെ നിങ്ങൾ നരകിക്കുന്നത് ഞാൻ കാണും. പ്രഭാവതി, എനിക്കൊരേ ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ, എന്റെ ഋഷി. അവന്റെ ഭൂതകാലത്തിന്റെ അനുഭവങ്ങള് കണ്ണും നനയാതെ ഒന്ന് ഓർക്കാൻ പോലും ഈ അമ്മയ്ക്ക് പറ്റാറില്ല. അവന്റെ ജീവിതം ഹോമിച്ച് കളഞ്ഞവളാ നീ. എന്നിട്ടും ഞാൻ അവനെ തിരിച്ചു കൊണ്ടുവന്നു. ആരോട് പകരം ചോദിക്കാനല്ല, എന്റെ മരണം വരെങ്കിലും ഒരമ്മയായിട്ട് കൂടെ നിൽക്കാൻ വേണ്ടി. പ്രഭാവതിക്ക് 2 മക്കൾ, ഒരാണും ഒരു പെണ്ണും. 2 പേരും വിവാഹം കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കുന്നു. ഒരമ്മ സ്വന്തം മക്കളെ സ്നേഹിക്കുന്നതിന്റെ ആഴം ഞാനായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രഭയുടെ മോൻ നന്ദനൊരു വിഷമം വന്നാ അതിനൊപ്പം നിന്റെ ഹൃദയം നുറുങ്ങില്ലേ? എനിക്കെന്റെ മോന്റെ സങ്കടം പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലാക്കി കളഞ്ഞില്ലേ നീയും നിന്റെ മോനും കൂടി. ഇനി ഈ അമ്മയുടെ കണ്ണുനീരിന്റെ പക തീരില്ല പ്രഭാവതി. എന്റെ മോൻ ജീവനോടെ വരുന്നതും കാത്ത് നിമിഷങ്ങൾ എണ്ണി എണ്ണി കാത്തിരിക്കുക ഞാൻ.
അവന്റെ അമ്മയെന്നുള്ള വിളിയേക്കാൻ. അവൻ മടങ്ങി വന്നില്ലെങ്കിൽ പറയുന്നില്ല, ഞാൻ ഒന്നും തന്നെ പറയുന്നില്ല.